കോൺഗ്രസിനകത്ത് ചരിത്രം വളരെ പ്രധാനമാണ്. ഞാനതാ പറഞ്ഞത്. അതായത് ബാബറി മസ്ജിദ് പൊളിക്കുക എന്നുള്ളത് സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതല്ലല്ലോ. ബാബറി മസ്ജിദ് പൊളിക്കാൻ ഈ രാജ്യത്ത് സംഘപരിവാറിനെ പര്യാപ്തമാക്കിയതാരാ? രാഷ്ട്രപിതാവിനെ കൊന്ന കേസിനകത്ത് ഈ രാജ്യത്ത് അസ്തിത്വം ചോദ്യം ചെയ്തു നിന്ന പാർട്ടിക്ക് രാഷ്ട്രീയ അസ്തിത്വവും മജ്ജയും മാംസവും കൊടുത്തിട്ടുള്ളത് ആരാ? വ്യാഴാഴ്ച അത്താഴങ്ങളിൽ LK അദ്വാനിക്കും അടൽ ബിഹാരി വാജ്പേയിക്കും ഒപ്പം പോയിരുന്ന ഭക്ഷണം കഴിക്കുകയും പടമെടുക്കുകയും ചെയ്ത നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണോ? മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാണോ? അങ്ങനെ ആ വ്യാഴാഴ്ച അത്താഴങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള നേതാക്കന്മാർ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ നിന്ന് തന്നെയുള്ള EMS നമ്പൂതിരിപ്പാടിനെ പോലുള്ള നേതാക്കന്മാരാണ്. അത് ദൗർഭാഗ്യകരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ ചരിത്രത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് കൈരളിയുടെ റിപ്പോർട്ടർ തന്നെ തുറന്ന് സമ്മതിക്കുന്നതിനകത്ത് അങ്ങയുടെ സത്യസന്ധതയെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം വളരെ കൃത്യമാണ്. കോൺഗ്രസ് അതിനകത്ത് താമസിച്ചിട്ടൊന്നുമില്ലല്ലോ. കോൺഗ്രസ് ഈ വിഷയം അതിൽ ഞാൻ പറയുന്നത് ചരിത്രം പറയണ്ട എന്ന് നിങ്ങൾ പറയുന്നത് ആ ചരിത്രത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞോട്ടെ അങ്ങയുടെ ചോദ്യം പ്ലേസ് ചെയ്തല്ലോ, എനിക്ക് ചോദ്യം മനസ്സിലായി. ചരിത്രം പറയണ്ട എന്ന് കൈരളിയുടെ റിപ്പോർട്ടർ എന്ന നിലയിൽ അങ്ങ് വാശി പിടിക്കുന്നത് ചരിത്രത്തിൽ നിങ്ങൾക്ക് ഒളിക്കാനും മറയ്ക്കാനും ഒരുപാടുള്ള കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. കോൺഗ്രസിനകത്ത് പല അഭിപ്രായങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്. GV പന്ത്, ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന GV പന്തിന് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അയോധ്യയുമായി ബന്ധപ്പെട്ട് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ആ അഭിപ്രായമായിരുന്നോ കോൺഗ്രസിൻ്റെ അഭിപ്രായം? അഭിപ്രായമായിരുന്നില്ല കോൺഗ്രസിൻ്റെ അഭിപ്രായം. GV പന്തും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും തമ്മിൽ നടത്തിയ കത്തിടപാടുകൾ ഇന്ന് പുസ്തക രൂപത്തിൽ ലഭ്യമാണ്. ആ കത്തിടപാടുകളിലൂടെ നെഹ്റു പറഞ്ഞ വിഖ്യാതമായൊരു പ്രസ്താവന അങ്ങ് ഓർക്കുന്നുണ്ടാകുമല്ലോ. കടലിന് ഉപ്പ് നഷ്ടമായാൽ ഉപ്പിന് പിന്നെ എങ്ങനെയാണ് ഉപ്പുണ്ടാവുക എന്ന നെഹ്റുവിൻ്റെ പ്രശസ്തമായ കാലിക പ്രസക്തി ഉള്ളതുമായിട്ടുള്ള ആ വാചകം അങ്ങേ ഓർമ്മപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ അതുകൊണ്ട് ചരിത്രത്തിലുള്ള വിഷയം തന്നെയാണിത്. ആ ചരിത്രത്തിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ചരിത്രത്തിൽ സംഘപരിവാറിന് പൊളിറ്റിക്കൽ ലെജിറ്റിമസി കൊടുത്തിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പോൾ അവരെന്തൊക്കെയോ നിലപാടുകൾ പറയുന്നു എന്നുള്ളതിന് എന്ത് പ്രസക്തിയുള്ളത്? ഇപ്പോൾ രാജ്യത്ത് സംഘപരിവാർ അവരുടെ സർക്കാർ രാജ്യത്ത് അധികാരത്തിലിരിക്കുകയല്ലേ. രാജ്യത്തെ മഹാഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ അവർ ഭരിക്കുകയല്ലേ. ആ ഭരിക്കുവാൻ ആവശ്യമായിട്ടുള്ള പാത വെട്ടിക്കൊടുത്ത പാർട്ടി ഭരിക്കുന്ന സമയത്ത് ഞങ്ങളെന്തോ ഒരു നിലപാടെടുത്തു എന്ന് പറയുന്നതിനകത്തെ ആത്മാർത്ഥതയില്ലായ്മ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗിച്ചത്. അതുകൊണ്ട് കോൺഗ്രസിനകത്ത് ഇതിനകത്ത് കൺഫ്യൂഷൻസ് ഇല്ല. കോൺഗ്രസ് നെഹ്റുവിൻ്റെ കാലം തൊട്ട് എടുക്കുന്ന നിലപാടുകളുണ്ട്. പറഞ്ഞല്ലോ, കോൺഗ്രസിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. GV പന്തിനെ പോലുള്ള ആളുകൾ. അതുകൊണ്ടാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്, അങ്ങനെ കോട്ട് ചെയ്തത്, ഞാൻ കോട്ട് ചെയ്തത്. പക്ഷേ എടുത്ത സുചിന്തിതമായിട്ടുള്ള തീരുമാനം എന്തായിരുന്നു? അത് നെഹ്റുവിൻ്റെ തീരുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയട്ടെ, കോൺഗ്രസ് ഈ വിഷയത്തിനകത്ത് അഭിപ്രായം പറയുമെന്ന് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിനകത്ത് അഭിപ്രായം പറയും. ആ അഭിപ്രായമാണല്ലോ കോൺഗ്രസിൻ്റെ അഭിപ്രായം. ആ അഭിപ്രായം വരും. താങ്കൾ ദയവ് ചെയ്ത് അതിനുവേണ്ടി കാത്തിരിക്കും. ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നത് ഞങ്ങൾ ആരുമല്ല, ഗവർണറായിട്ട് സംഘപരിവാർ പോലുമല്ല. കേരളത്തിൽ ആദ്യമായി ആരിഫ് മുഹമ്മദ് ഖാന് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്താനായിട്ട് വേദി കെട്ടിക്കൊടുക്കുകയും മൈക്കിൻ്റെ പൈസ കൊടുക്കുകയും ചെയ്ത ആളുടെ പേര് EMS നമ്പൂതിരിപ്പാടെന്നാണ്. അവർ ചോദിച്ചു വാങ്ങിയതാണ്. അന്നൊക്കെ ഞങ്ങൾ തിരുത്തിയതാണ്. CPMൻ്റെ പ്രശ്നം അതാണ്. ഞങ്ങൾ പറയുന്നൊരു നിലപാട് CPMന് മനസ്സിലാകണമെങ്കിൽ ഒരു 20 വർഷമെങ്കിലും എടുക്കും മിനിമം. അത് CPMൻ്റെ പ്രശ്നമാണ്. അത് അവരൊന്നും കൂടെ ആലോചിക്കണം. ഞങ്ങൾ പറയുന്നൊരു വിഷയം അവർക്കൊന്നും മനസ്സിലാകണമെങ്കിൽ 20 വർഷം എടുക്കും. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഗവർണറെ പിൻവലിപ്പിക്കണം, കേന്ദ്രത്തോട് ആവശ്യപ്പെടണം. ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത്? അന്നെന്തായിരുന്നു സർക്കാരിൻ്റെ നിലപാട്? ഇവരുടെ ഗവർണർ പോരാട്ടത്തിനകത്ത് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? ഇപ്പം നമ്മൾ ഗവർണർ സർക്കാർ പോരാട്ടം നമ്മൾ ആത്മാർത്ഥമായി കാണുന്നൊരു സംസ്ഥാനം തമിഴ്നാടാണ്. സ്റ്റാലിൻ പറയുന്നുണ്ട് രവിയെ പുറത്താക്കണം എന്ന് പറയുന്നുണ്ട്. പിണറായി വിജയൻ ആർജവമുണ്ടോ? ആരിഫ് മുഹമ്മദ് ഖാനെ പുറത്താക്കണം എന്ന് പറയാനുള്ള ആർജവം പിണറായി വിജയനുണ്ടോ? ഞങ്ങളൊപ്പം നിൽക്കാം. ഞങ്ങളുടെ ഡിമാൻഡായിരുന്നു. ഇനി ചാൻസലർ സ്ഥാനത്തു നിന്ന് ചാൻസലർ സ്ഥാനത്തു നിന്ന് ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റണം എന്ന ഡിമാൻഡ് ആദ്യം വെച്ചതാരാ? കോൺഗ്രസും UDF അല്ലേ. അന്നെന്തായിരുന്നു പിണറായി വിജയൻ്റെ താല്പര്യം? 3 കത്തയച്ചെന്ന് ആരിഫ് മുഹമ്മദ് ഖാനാണ് പറഞ്ഞത്. എന്നോട് ചാൻസലർ സ്ഥാനം തുടരണം എന്ന് പറഞ്ഞ് 3 കത്തയച്ചു എന്ന് ആരിഫ് മുഹമ്മദ് ഖാനാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് ക്ലാരിറ്റി കുറവില്ല. ഗവർണർക്കെതിരായിട്ട് അതിശക്തമായ സമരം ഉണ്ടാകും. ഗവർണർ എന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻറ് കൂടി ഹെഡാണ്, എല്ലാ തരത്തിലുള്ള ഹെഡാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ അധോലോക ഇടനാഴിയിലൂടെയാണ് കേരളത്തിലെ ഏറ്റവും അധികം അധോലോക ഏർപ്പാടുകൾ നടക്കുന്ന ഇടനാഴിയാണ് ഈ രാജ്ഭവനും സെക്രട്ടേറിയറ്റിനും ഇടയിലുള്ള വഴി. അതുകൊണ്ടാണ് അവിടെ തന്നെ സമരവുമായിട്ട് രണ്ടുപേരെ ഒരുപോലെ എതിർക്കുക. ഇതിനെ രണ്ടായിട്ട് കാണാൻ കഴിയില്ല. രണ്ടുപേരെ ഒരുപോലെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് UDYFൻ്റെ തീരുമാനം.